അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഫോടനം നടത്താൻ ഗൂഢാലോചനയിട്ട് അഴിക്കുള്ളിലായ പ്രതി സഹതടവുകാരന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യ മിൽക്കിപൂർ സ്വദേശിയായ അബ്ദുൾ റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജയിലിനുള്ളിൽ തന്നെ ആക്രമണമുണ്ടാകുന്നതും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിൽ നിന്ന് ഫരീദാബാദിലെ നിഖ ജില്ലയിലേക്ക് മാറ്റിയ അരുൺ ചൗധരി എന്ന തടവുകാരനാണ് റഹ്മാനെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചത് എന്നതാണ് ജയിൽ അധികൃതർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇയാളെ ഇത്തരത്തിൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ പുറത്തു വരികയും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി റഹ്മാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തന്നെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 2025 മാർച്ച് 2-നാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്നുകൊണ്ട് അബ്ദുൾ റഹ്മാനെ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഗ്രനേഡ് സ്ഫോടനം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായും അൽഖ്വയ്ദയുമായി ബന്ധമുള്ള അബു സുഫിയാൻ എന്ന ഭീകരനുമായി തന്നെ ഇയാൾ സമ്പർക്കം പുലർത്തിയിരുന്നതായും തന്നെ പോലീസ് ആരോപണം ഉന്നയിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പക്കൽ നിന്ന് 2 ഗ്രനേഡുകൾ കണ്ടെത്തിയതായും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം മകനാകട്ടെ നിരപരാധിയാണ് എന്നും സുഹൃത്തുക്കൾ ചതിച്ചതാണ് എന്നതായിരുന്നു അറസ്റ്റിന് ശേഷം അബ്ദുൾ റഹ്മാന്റെ മാതാവ് പ്രതികരിച്ചതും. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള റഹ്മാൻ വെറും ഒരു ബാറ്ററി റിക്ഷ തൊഴിലാളിയാണ് എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ ജയിൽ അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഗ്രനേഡ് സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടതായി തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരനെ ഗുജറാത്ത് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് ഫാസിയാബാദ് സ്വദേശിയായ 19-കാരനായിരുന്നു അബ്ദുൾ റഹ്മാൻ. ഓട്ടോ ഡ്രൈവറായ യുവാവാകട്ടെ ഇറച്ചിക്കടയും നടത്തി വരുന്നതായി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇയാളെ ചാവേറാക്കിക്കൊണ്ട് സ്ഫോടനം നടത്താനായിരുന്നു പാക് ചാര സംഘടനയായ ISI തന്നെ പദ്ധതിയിട്ടിരുന്നത് എന്നതായിരുന്നു പോലീസ് വ്യക്തമാക്കിയതും. സ്ഫോടനം ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായി തന്നെ ഇയാൾ നിരവധി തവണ ക്ഷേത്രത്തിന് സമീപത്ത് വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തതായുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. അതായത് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുകയും ISIക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഹരിയാന ടാക്സ് പോലീസിന്റെ പരാതിയെ തുടർന്നുകൊണ്ടാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തതും. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. ഫരീദാബാദിൽ എത്തിക്കൊണ്ട് ISI നിയോഗിച്ച ആളിൽ നിന്നും ഗ്രനേഡുകൾ ഏറ്റുവാങ്ങുകയും ട്രെയിൻ മാർഗം അത് അയോധ്യയിൽ എത്തിച്ചുകൊണ്ട് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിയാന SF അതുപോലെ തന്നെ ഗുജറാത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അദ്ദേഹത്തെ കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായതും. ഇയാൾ ഒളിപ്പിച്ചു വെച്ച ഗ്രനേഡ് കണ്ടെത്തി നിർവീര്യമാക്കിയതായും പോലീസ് അറിയിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും നിരവധി ഭീകരവിരുദ്ധ സംഘടനകളുമായി തന്നെ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.